രാമന്തള്ളി കല്ലേറ്റുംകടവിൽ കുന്നരു പാലക്കോട് റോഡിലെ കൾവർട്ട് സ്ലാബ് തകർന്നത് കാരണം യാത്രാ ദുരിതം നേരിട്ട പ്രദേശവാസികളും നാട്ടുകാരും. എന്നാൽ യാത്രാ നിരോധനം മറികടന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് വലിയ അപകടത്തിനും കാരണമായേക്കും. രാമന്തള്ളി കല്ലേറ്റുംകടവിൽ കുന്നരു പാലക്കോട് റോഡിലെ കൾവർട്ട് സ്ലാബ് തകർന്നത് കാരണം ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരുന്നു. അപകട സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം അധികൃതർ നിരോധിച്ചത്. ഏഴിമല നാവിക അക്കാദമി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന റോഡിന് കുറുകെയുള്ള കൾവേർട്ടാണ് ഒരാഴ്ച മുൻപ് തകർന്ന് അപകടാവസ്ഥയിലായത്. നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തി അഭിവൃദ്ധിപ്പെടുത്തിയ ഒരു റോഡ് കൂടിയാണിത്. കഴിഞ്ഞ മഴക്കാലത്ത് റോഡ് തകർന്നതിനെ തുടർന്ന് ഈ അടുത്ത കാലത്താണ് കുന്നത്തുരുവിൽ നിന്നും പാലക്കോട് വരെയുള്ള റോഡ് നവീകരണം നടത്തിയത്. ഒരു തവണ അറ്റകുറ്റപ്പണി നടത്തി മാസങ്ങൾ തികയും മുൻപേ വീണ്ടും റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്നാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വീണ്ടും റോഡ് അഭിവൃദ്ധിപ്പെടുത്തിയത്. റോഡ് നിർമ്മാണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. എന്നാൽ ഇപ്പോൾ കൾവർട്ട് തന്നെ തകർന്ന് താഴുകയും ഗതാഗതത്തിന് തടസ്സം വരുത്തുകയും ചെയ്തതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും. രാമന്തള്ളി ഈ കല്ലേറ്റുംകടവിൽ ഒരു കലിങ്ക് അപകടാവസ്ഥയിലായതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് അധികൃതരും അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹെവി വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി നിയന്ത്രണം ഏർപ്പെടുത്താൻ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് വെച്ചത്. എന്നാൽ ചില ഡ്രൈവർമാർ ഇന്ന് ആ ബോർഡ് മാറ്റി അതിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ശ്രദ്ധയിലുള്ളത്. പോലീസ് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് ബസ്സിൽ ഉൾപ്പെടെ പോകുന്നുണ്ട്. വലിയ നിലയിലേക്കുള്ള ആളുകളെ കയറ്റി പോകുമ്പോൾ വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഞ്ചായത്തും അതുപോലെ പോലീസും ഏർപ്പെടുത്തിയിട്ടുള്ള ആ നിയന്ത്രണം ലംഘിച്ചു കൊണ്ട് പോകുന്നത് വളരെ ഗുരുതരമായ രീതിയിലേക്കുള്ള ഒരു ഭവിഷ്യത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കാണണമെന്നാണ് പഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത്. ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ തന്നെ പഞ്ചായത്തുമായി PWDയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള പ്രയാസം എന്ന രീതിയിലേക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഇത് തീരദേശ ഹൈവേ കടന്നു പോകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് PWDയുടെ വർക്ക് ചെയ്യുന്നതിൽ പ്രയാസമുണ്ട്. അവർ തളിപ്പറമ്പിലുള്ള മെയിൻ്റെനൻസ് വിഭാഗത്തിന് ഈ റോഡ് കൈമാറിയത് കൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്നതിൽ പ്രയാസം പറഞ്ഞു. പിന്നീട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട് ഇപ്പോൾ മെയിൻ്റെനൻസ് വിഭാഗം PWD ഏൽപ്പിച്ചുകൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വർക്ക് തുടങ്ങുമെന്ന രീതിയിലേക്കാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇന്നുകൂടി ബന്ധപ്പെട്ട് നടത്തിയിട്ട് 2 ദിവസം തന്നെ വർക്ക് തുടർന്ന് അത് മുഴുവനായും അടച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നാട്ടുകാർ എന്ന രീതിയിലേക്ക് ഈ നിയന്ത്രണവുമായിട്ട് സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. കൾവേർട്ട് തകർന്ന് അപകടാവസ്ഥയിലായ വിവരമറിയാതെ നിരവധി വാഹനങ്ങളാണ് ദിനേന ഇതുവഴി കടന്നുപോകുന്നത്. അപകടമൊഴിവാക്കാൻ കുന്നത്തുരുവിലും കാരന്താട് വടക്കുഭാഗത്തും വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനായി അധികൃതർ സ്ഥാപിച്ച തടസ്സം നീക്കി ഇതുവഴി ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾ സാഹസിക യാത്ര നടത്തുന്നുമുണ്ട്. ഇത് വലിയ അപകടത്തിന് കാരണമായേക്കും. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശിയുടെ നേതൃത്വത്തിൽ ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടു. ഇതുവഴി ബസ് സർവീസ് നിർത്തിവെച്ചതിനാൽ നാട്ടുകാരും വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.